ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കുക്കറി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ റേഷനിൽ വെച്ചിട്ടൊരു പായസമാണ്. നല്ല അടിപൊളി പായസം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരിയേക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഞാൻ നന്നായിട്ട് കഴുകി വാരി ഒരു തുണിക്കകത്തിൽ വെച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നെയ്ക്കകത്ത് കിടത്തി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ റേഷനരിയാണേ. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുക്കറിലിട്ടാണ് പായസം വയ്ക്കാൻ പോകുന്നത്. ഇത് കുക്കറിൽ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, അരി അങ്ങ് വെന്ത് അളിഞ്ഞു പോവും, കുഴഞ്ഞു പോവും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഫ്രൈ ചെയ്തത്. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് നിർത്തിയേക്കാം. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്, കാരണം ഇതേ കപ്പിലാണ് ഞാൻ അരിയും അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അതിൻ്റെ വെയിറ്റ് ഇട്ട് വേണം അടച്ചു വയ്ക്കാൻ. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കാത്തിരിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 6 വിസിൽ. അത് അരിയുടെ വേവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടില്ല എങ്കിൽ നമ്മുടെ അരിയുടെ അറിയാമല്ലോ, പല വേവാണ്. അതനുസരിച്ച് നമ്മളത് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വറുത്ത റവ ചേർക്കുന്നു. ഇനി ഒരു 450 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ട് സ്റ്റൗ ഓണാക്കുക. ഒരു 3 വിസിൽ വരുന്നത് വരെ വീണ്ടും സ്റ്റൗവിൽ തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ 3 വിസിൽ വന്ന് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ശർക്കരയിൽ നന്നായിട്ടത് അരിയിലൊക്കെ നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് നെയ്യുടെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇത് അതിലെല്ലാം പിടിച്ച് വരണ്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 8 ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തിലിട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ ചേർക്കുന്നത് പശുവിൻ പാലാണ്, 1 ലിറ്റർ പശുവിൻ പാൽ. ഇനി ഇത് ഈ പാലിനകത്ത് കിടന്ന് ഒന്ന് തിളച്ച് വരണം.
ഇപ്പോൾ നമ്മുടെ പായസം പാലിനകത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. തിളച്ച് കഴിഞ്ഞാൽ അധിക സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പുമാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ റേഷനരി വെച്ചിട്ടുള്ള നല്ല പിങ്ക് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുക്കറിൽ വെച്ചാകുമ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കുക.